തേങ്ങ വറുത്തതാണ് കേട്ടോ ഇത് ചേർത്ത് കഴിയുമ്പോൾ ഈ കപ്പ ബിരിയാണിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. ഇങ്ങനെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇനി നമുക്ക് അറിയാമല്ലോ, ഇതിനകത്തേക്ക് നമ്മൾ കപ്പ മിക്സ് ചെയ്യാൻ പോവാണ്. കപ്പ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും വേവിച്ചിട്ട് ഊറ്റി കളഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് വേവിച്ച കപ്പയാണ്. അത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പനേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ജൂബീസ് ടേസ്റ്റി ഹബ്ബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം. ഇവിടെ ഞാൻ 2 കിലോ എന്താ പറയുക, നല്ല എല്ലാണ് എടുത്തിരിക്കുന്നത്, ഇറച്ചിയോടുകൂടിയ എല്ല്. അപ്പോൾ പ്രത്യേകം നമ്മൾ ചോദിച്ച് വാങ്ങണം നമുക്ക് കപ്പ ബിരിയാണിക്കുള്ള എല്ല്. അപ്പോൾ നല്ല എല്ല് കിട്ടും. അപ്പോൾ അതിൻ്റെ നെയ്യ് കൂടുതലുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റിക്കളയാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം. ഞാൻ വേണ്ടി ഒരു കുക്കറിനകത്തേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് 2 സവോള എടുത്തിട്ടുണ്ട്, അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 100 ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ആ ചുവന്നുള്ളി എപ്പോഴും ഇതിന് നല്ല ടേസ്റ്റ് കൂട്ടും. അപ്പോൾ ആ ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഫ്രഷായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി 1 സ്പൂണ്, വെളുത്തുള്ളി അതുപോലെ തന്നെ 1 സ്പൂണ് ചേർത്ത് കൊടുക്കണം. പിന്നെ 2-3 പച്ചമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എരിവ് എങ്ങനെയാണെങ്കിൽ കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കുക, കൂടുതൽ എരിവ് വേണമെങ്കിൽ ഒരു 5 പച്ചമുളക് വരെ ചേർക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി വഴറ്റാനൊന്നും നിൽക്കണ്ട. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇടണം കേട്ടോ. അത് കാരണം നന്നായിട്ടിത് ഇറച്ചി 2 കിലോ ഉണ്ടല്ലോ. അപ്പോൾ മഞ്ഞൾപ്പൊടി അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത് മുളക് പൊടി ഞാനൊരു 4 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. പിന്നെ ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും ഒരു 4 സ്പൂണ് എടുത്തിട്ടുണ്ട്. ഇത് ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഗരം മസാലയിൽ പെരിഞ്ജീരകം ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലും ഇറച്ചിയും കൂടെ ചേർന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് അതുപോലെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, കാരണം എല്ല് നന്നായിട്ട് വേവണം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് കപ്പയായിട്ട് മിക്സ് ചെയ്യേണ്ടതാണല്ലോ. കപ്പയിൽ വെള്ളമില്ല, വെള്ളം നമ്മൾ ഊറ്റിയെടുത്ത് വെച്ചിരിക്കുകയാണ് കപ്പ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു 10 വിസിൽ ഒക്കെ കേൾക്കണം. അത് ഇറച്ചി എല്ലൊക്കെ നന്നായിട്ടൊന്ന് വെന്തെടുക്കണം. അതിനുവേണ്ടി ഒരു 10 വിസിലൊക്കെ കേൾക്കുന്നവരെ, അല്ലെങ്കിൽ 2-3 വിസിൽ കയറ്റി കഴിഞ്ഞ് തീ കുറച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം കഴിഞ്ഞ ശേഷം ഓഫാക്കിയാൽ മതി. അപ്പോൾ ഇനി അതവിടെ നിന്ന് വെന്തോട്ടെ. നമുക്ക് കപ്പ കൊത്തി നുറുക്കിയെടുക്കാം. ഞാൻ 2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കപ്പ വാങ്ങുമ്പോൾ നല്ല കപ്പ നോക്കി ഫ്രഷായിട്ടുള്ള കപ്പ വാങ്ങാൻ ശ്രദ്ധിക്കണം. നന്നായിട്ട് വേകുന്ന കപ്പയായിരിക്കണം. അപ്പോൾ ഇത് നല്ല കപ്പയാണ്. ഞാനിത് പൊളിച്ച് ഇത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഒന്ന് കൊത്തി എടുക്കുന്നുണ്ട്. കൊത്തി എടുത്തിട്ട് നമുക്കിത് ഒരു പാത്രത്തിൽ വെച്ച് ഇത് കുക്കറിലല്ല കേട്ടോ വേവിക്കുന്നത്. കപ്പ എപ്പോഴും നമ്മൾ കുക്കറിൽ വേവിക്കുന്നേക്കാളും നല്ലത് അതിൻ്റെ കട്ടൊക്കെ ഒന്ന് പോകണമല്ലോ. അതിന് വേണ്ടി ഒരു പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒത്തിരി സമയമൊന്നും വേവേണ്ട ആവശ്യമില്ല. നല്ല കപ്പയാണ്. നല്ലപോലെ കഴുകി വാരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കണം. നികക്ക വെള്ളം പോരാ, അതിൻ്റെ കുറച്ചുകൂടെ മുകളിൽ നിൽക്കണം വെള്ളം. ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇത്തിരി ഉപ്പും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കപ്പ വേവിച്ച് നമുക്ക് ഊറ്റിയെടുക്കാം. ഉപ്പ് ഒരു 1/2 സ്പൂണൊക്കെ ചേർത്താൽ മതി. നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, വേണമെങ്കിൽ ഇപ്പം നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കപ്പ അവിടെ വെന്തോട്ടെ. അപ്പോൾ നമ്മുടെ എല്ല് നമുക്ക് തുറന്ന് നോക്കാം എന്തായിന്ന്. അതിൻ്റെ
ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതാ ഇതിനാവശ്യത്തിന് വെള്ളമുണ്ട്. ഇത്രയും വെള്ളം വേണം, എന്നാലാണ് നമ്മൾ നല്ല ലൂസായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ആ കപ്പ വേവിച്ച പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. ഇത് നമ്മളിത് മിക്സ് ചെയ്യാൻ പോകണം. ആദ്യം നമുക്ക് ഇത് എല്ലും ഇറച്ചിയും കൂടെ വെന്തത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന വറുത്ത തേങ്ങയാണ്. ഞാനിവിടെ തേങ്ങ വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം വറുക്കേണ്ട ആവശ്യമില്ലോ. ഇതാ ഒരു കപ്പ് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ പൊടിച്ചിട്ടില്ല, ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുവാണ്. ഇത് ഇപ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് നമ്മളിങ്ങനെ തേങ്ങ വറുത്ത് ചേർക്കുമ്പോൾ. ചിലരൊക്കെ പച്ചയ്ക്ക് അരച്ച് ചേർക്കാറുണ്ട്, അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് കൂടുതൽ രുചി കിട്ടും. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അതാ നമ്മുടെ കപ്പ എല്ലാം വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ നല്ല കഴിക്കാനുള്ള പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത്തിരി കരിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇത് ചൂടോടെയാണ് ഇത് കഴിക്കേണ്ടത് കേട്ടോ. ഇത് ആറിപ്പോകരുത്, ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലേക്കൊന്നും കൂടി എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് ഇലയൊക്കെ വെട്ടി എല്ലാവരും റെഡിയായി ഇരിപ്പുണ്ട് കപ്പ കഴിക്കാനായിട്ട്. നമ്മളിത് ഇലയിലേക്ക് വാഴയിലയിലേക്ക് വിളമ്പുവാണ് കഴിക്കാനായിട്ട്. കുട്ടികൾ നല്ല ഉത്സാഹത്തോടെ ഇരിപ്പുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അവർ കഴിച്ചിട്ട് എന്താണ് അഭിപ്രായം വരുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിങ്ങനെ വിളമ്പിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എന്താ പറയുക, സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. ഒരു 5 മണി ആകുമ്പോഴൊക്കെ ഇത് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്, വൈകുന്നേരം. അപ്പോൾ അതാ നമ്മുടെ കപ്പയൊക്കെ നമ്മുടെ ഇലയിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. നമ്മുടെ കുസൃതിക്കുട്ടന്മാർ ഇത് കഴിക്കാനായിട്ട് ഇവിടെ വന്ന് ഇരിപ്പുണ്ട്, കാത്തിരിപ്പുണ്ട് കേട്ടോ. ഇതാ അവരെന്താ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.